എല്ലാം പഠിപ്പിച്ച നിശബ്ദത. അർജുൻ സംസാരിച്ചു, ധാരാളം അവൻ സംസാരിച്ചു. ക്രിക്കറ്റിനെക്കുറിച്ച്, കാർട്ടൂണുകളെക്കുറിച്ച്, ഉച്ചഭക്ഷണം എത്രമാത്രം എരിവുള്ളതായിരുന്നു എന്നതിനെക്കുറിച്ച്, അധ്യാപകർ എത്രമാത്രം വിരസരായിരുന്നു എന്നതിനെക്കുറിച്ച്. ഉണർന്ന നിമിഷം മുതൽ ഉറങ്ങുന്നതുവരെ അവൻ്റെ വായി ഒരു നിർത്താതെയുള്ള റേഡിയോ സ്റ്റേഷനായിരുന്നു. അവനെപ്പോഴും അവതാരകനായിരുന്നു. വെറും 5 മിനിറ്റ് നിശബ്ദത ദയവായി, അവൻ്റെ അമ്മ ഒരു ദിവസം രാവിലെ അപേക്ഷിച്ചു. അവൻ്റെ നായ പോലും ക്ഷീണിതനായി കാണപ്പെട്ടു. പിന്നെ ഒരു ഉച്ചതിരിഞ്ഞ് ബുദ്ധിമാനും സൗമ്യനുമായ അവൻ്റെ മുത്തച്ഛൻ അവന് ഒരു വെല്ലുവിളി നൽകി. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു, അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു ദിവസം മുഴുവൻ മിണ്ടാതിരിക്കണം. അർജുൻ ചിരിച്ചു. അത് എളുപ്പമാണ്. എൻ്റെ വായ അടച്ചുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയും. അവൻ്റെ മുത്തച്ഛൻ പുരികമുയർത്തി. നിന്റെ വായ മാത്രമല്ല, വിരലുകളും അനങ്ങരുത്. നീ എഴുതരുത്, മൈമിങ് വേണ്ട, ടെക്സ്റ്റിങ് വേണ്ട, പൂർണ്ണ നിശബ്ദത. അർജുൻ മടിച്ചു. മന്ത്രിച്ചും പാടില്ലേ? മന്ത്രിച്ചും ചെയ്യണ്ട, മുത്തച്ഛൻ പറഞ്ഞു. കേൾക്കാൻ മാത്രം. അവൻ കണ്ണുകൾ ഉരുട്ടി. ശരി, ഒരു ദിവസം. പിറ്റേന്ന് രാവിലെയാണ് അത് ആരംഭിച്ചത്. പ്രഭാത ഭക്ഷണ സമയത്ത് നനഞ്ഞ ദോശയെക്കുറിച്ച് അഭിപ്രായം പറയാൻ അവൻ വായ തുറന്നു. പക്ഷേ ഓർമ്മ വന്നു. അവൻ ചുണ്ടുകൾ മെല്ലെ പൂട്ടി. അമ്മയുടെ പുരികങ്ങൾ ഞെട്ടി മുകളിലേക്ക് പറന്നു. നിനക്ക് അസുഖമാണോ? അവൻ തലയാട്ടി. നിശബ്ദമായി ചവച്ചു. സ്കൂളിൽ അത് പീഡനമായിരുന്നു. കൂട്ടുകാരുടെ തമാശകൾക്ക് ഉത്തരം നൽകാൻ അവന് കഴിഞ്ഞില്ല. ആരെങ്കിലും സീറ്റിൽ കയറിയാൽ വാദിക്കാൻ കഴിഞ്ഞില്ല. ടീച്ചർ തൻ്റെ മൗനത്തെ അലസതയായി തെറ്റിദ്ധരിച്ചപ്പോൾ സ്വയം പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു പെറ്റിലാണ് എന്നവന് ആക്രോശിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവന് ചെയ്യാൻ കഴിയുന്നത് ശ്വസിക്കുക മാത്രമാണ്. ഉച്ചഭക്ഷണ സമയത്ത് അവന് വിചിത്രമായ എന്തോ ഒന്ന് ശ്രദ്ധിച്ചു. അവൻ്റെ ശബ്ദം വായുവിൽ നിറയാതെ അവൻ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ശരിക്കും കേൾക്കുന്നു. സ്പൂണുകളുടെ മുഴക്കം, ലജ്ജാശീലനായ ഒരു വിദ്യാർത്ഥിയുടെ പരിഭ്രാന്തമായ ചിരി, അവൻ മുമ്പ് ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത മന്ത്രിച്ച അപമാനങ്ങൾ. സംസാരിക്കാതെ അവൻ്റെ ഇന്ദ്രിയങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതായി തോന്നി. ഗണിത ക്ലാസ്സിൽ അവൻ തൻ്റെ ടീച്ചറുടെ ക്ഷീണിച്ച മുഖത്തേക്ക് നോക്കി ചിന്തിച്ചു. അവർ വിരസയല്ല, ക്ഷീണിതയാണ്. കളിസ്ഥലത്ത് വിരസത പ്രതീക്ഷിച്ച് അവൻ ഒരു നിമിഷം ഒറ്റയ്ക്കിരുന്നു. എന്നാൽ പിന്നീട് അവൻ ഒരു കോയലിൻ്റെ വിളി കേട്ടു. ഇലകളുടെ ഇളക്കം, സ്വന്തം ഹൃദയമെടുപ്പ്. ആ നിശ്ചലതയിൽ ഒരു ചിന്ത കടന്നു വന്നു. ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ പിന്നെ എപ്പോഴാണ് ഞാൻ കേൾക്കുക? മറ്റുള്ളവരോട് മാത്രമല്ല, എന്നോട് തന്നെ. ആരെയും ആകർഷിക്കാനോ വാദങ്ങളിൽ ജയിക്കാനോ തമാശ പറയാനോ ശ്രമിക്കാതെ ഉള്ളിലെ ഒരു ചെറിയ ശബ്ദത്തോട്. വെറും ഒരു നിശബ്ദ നിരീക്ഷകൻ. വൈകുന്നേരം അർജുൻ പതുക്കെ വീട്ടിലേക്ക് നടന്നു. അവൻ്റെ കാലുകൾക്ക് ഭാരം കൂടുതലായി തോന്നി. പക്ഷെ അവൻ്റെ മനസ്സ് ഭാരം കുറഞ്ഞു. അവൻ സാധാരണയായി കടന്നു പോകുന്ന ഒരു യാചകനെ ശ്രദ്ധിച്ചു. ഇന്ന് അവൻ ആ മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആദ്യമായി അവർ തിരിഞ്ഞു നോക്കി. ചോദിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, വെറുതെ കണ്ടു. അവൻ പുഞ്ചിരിച്ചു. ആ മനുഷ്യൻ തലയാട്ടി. വാക്കുകളില്ല, ഒരു മനുഷ്യ നിമിഷം. വീട്ടിൽ അർജുൻ പൂന്തോട്ടത്തിൽ മുത്തച്ഛൻ്റെ അരികിലിരുന്നു. അവർ ഒന്നും മിണ്ടിയില്ല. ഒരു അണ്ണാൻ മാമ്പഴ കഷ്ണങ്ങൾ മോഷ്ടിക്കുന്നത് അവർ കണ്ടു. സൂര്യൻ ഓറഞ്ച് നിറമാകുന്നത് അവർ കണ്ടു. സമയം സൗമ്യമായി കടന്നു പോകുന്നത് നോക്കി. ശബ്ദത്തിലല്ല, അവബോധത്തിലാണ്. രാത്രി വന്നപ്പോൾ നിശബ്ദത അവസാനിച്ചു. അവൻ്റെ അമ്മ ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? അർജുൻ വായ തുറന്നു, ഒന്ന് നിർത്തി, പിന്നെ പതുക്കെ പറഞ്ഞു, ഇന്ന് ലോകം കേട്ടു അമ്മേ. എനിക്ക് തോന്നുന്നു അത് മനോഹരമാണെന്ന്. അവൻ്റെ മുത്തച്ഛൻ പുഞ്ചിരിച്ചു. കണ്ണുകൾ തിളങ്ങി. എല്ലാവരിലും വെച്ച് ഏറ്റവും വലിയ അധ്യാപകനെ നീ കണ്ടുമുട്ടി. മോറൽ, ചിലപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് സംസാരിക്കുന്നത് നിർത്തുക എന്നതാണ്. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.